ഹലോ, നമ്മുടെ ശ്രീലങ്കയിൽ നല്ല ഫ്രഷായിട്ടുള്ള മീനിൻ്റെ ഒരു വീഡിയോ ആണ്. എല്ലാവരും മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. ഇവിടെ ചെമ്മീനുണ്ട്, ഭയങ്കര വലുതാണ്. ഒറ്റ ചെമ്മീൻ, 2 ചെമ്മീൻ തന്നെ 1 കിലോ വരുന്നതാണ്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നാടൻ മീനുള്ള സ്ഥലത്തേക്കാണ്. കുറേ തോണിയിലുണ്ട്. ഇത് കടലല്ല, ഇത് നാടൻ മീൻ പിടിക്കുന്ന സ്ഥലമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് ആൾക്കാരുണ്ട്. കണ്ടു നോക്കാം. അവിടെ ഒന്ന് മീൻ പിടിച്ച് വന്നാലും മീൻ എറിയുന്നതാണ്. മീൻ പിടിക്കുന്നുണ്ട്. നല്ല ചെമ്മീനാണ്. ഇസോണ്ട് ചെമ്മീൻ മാമ യൂട്യൂബിലാണ്. ಎಗಡೆ ತಮ್ಮ ನಂಗೆ ಕಟ್ಟಾವೆ ಮಮ್ಮಾರ ಬುತ್ತಲ ಪಾರಿ ನಾಲಿಯ ವಲ್ಲ ನಾವೆ ವಾಹನ ಕಮೂನೇನ ಅನ್ನ ಮೆಚ್ಚಿದೆ ಮಾಲು വരുന്നത്. ഇതാണ് വേറെ ഒരു കൂട്ടം പിടിച്ചു വന്ന മീനാണ്. നമുക്ക് നോക്കാം. ഇതിലൊക്കെ ജീവൻ പോയാണ്ടാ തോന്നുന്നു. ഐസിലിട്ട് വെച്ചുണ്ട്. കുറച്ച് നേരത്തെ വരായിരുന്നു. കാരണം ഇത്രയും തോണിയിൽ വന്ന് ലാൻഡ് ചെയ്ഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഇത്തിരി വൈകി പോയി. നമ്മളിങ്ങനെ ഒരു തോണിയിലും പോയിട്ടിട്ട് ഒരു യാത്ര പോയിട്ടിട്ട് ഒരു വീഡിയോ എടുക്കാൻ തന്നെ വിചാരിച്ച് നിൽക്കുന്നു. വലിയൊരു ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൈസ് നോക്ക് എങ്ങനെയാണ്. ഒരാൾ പിടിച്ച് കാട്ടുന്നുണ്ട്. നമ്മൾ വരുമ്പോൾ മീനെല്ലാം കഴിഞ്ഞ്. ഇതൊക്കെ വഴയാണ്. എല്ലാവരും ഓരോരോ തുണി സഞ്ചിയെല്ലാം കെട്ടിയിട്ടുണ്ട്. ഓരോരാളുടെ അടയാളങ്ങളുണ്ടാവും. ആ സിലോൺ 100 എന്താ പറഞ്ഞിട്ട് എന്തോ തോണിയുടെ പേരാണ്. അവിടെ ഒരു കല്ലുണ്ട്. കല്ലിൻ്റെ ഇടയിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല മുതലമുള്ള സ്ഥലമാണ്. തേനോതാ ലൊക്കുവീസ തേനോതാ. මේ දොරාය කිව්වනේ මේ වැවේ මොකද ඉස්සවර්ගය කින්නවා මාළු වැවේ නෑ ඌ ඉන්න නිසයි කියලා. ඒ මොකුන්ද? මොකද නමක් කිව්වා? කැට්ල නෙවෙයි. මොකද උන් නිසා මාළු වැවේ නැහැ කියලා කිව්වා. එහෙම දෙයක් තියෙනවද? എന്തോ ഒരു മരമാണ് ഇത്. പേരറിയില്ല. ഇവിടെ ഈ കുളത്തിൽ നിന്ന് ഇത് കുളമാണ്. തടാകം പോലത്തെ ഒരെണ്ണമാണ്. ഇതിൽ നിന്ന് വരുന്ന മീനൊക്കെ ഇവിടെ ശേഖരിക്കും. ഇവിടെ ഉള്ളവർ മേടിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യും. നോക്കാം മീനിൻ്റെ കാര്യം. എൻ്റെ മോൾ എവിടെ ഉണ്ട് നോക്കട്ടെ. ഇന്ന് ഇവിടേക്ക് വന്ന മീൻ വല്ലതാണ് നോക്കട്ടെ. മൂട്ടികനെ ഒക്കെ കോസനോ അത്. വലിയ ചെമ്മീനാണ് ഇവിടെ. ചെമ്മീന് പൊക്കിട്ട് കാണിക്കുന്നു.
1 കിലോ 1700 പറഞ്ഞത് ഈ മീൻ, ഈ ചെമ്മീൻ 1 കിലോ കൊണ്ട് പറഞ്ഞ 1700 ആകുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ പൈസ കുറവാണ്. 1800. ഞാൻ ഈ ചെമ്മീൻ 1 കിലോ മേടിക്കാമെന്ന് വിചാരിച്ച്. അത്രയും വലുതാണ്. നമ്മുടെ നാട്ടിലും ചിലപ്പോൾ ഉണ്ടാവും ഇത്. മീനൊക്കെ കേട്ടിട്ട് പോയി ഇരിക്കുക. അപ്പം നമ്മൾ കുറച്ച് വൈകിട്ട് വന്ന കാരണമാണ്. ചിലപ്പോൾ ഇനിയും തോന്നി അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്കതിലേ നോക്കാം മീനൊക്കെ. ഒരാളുടെ കയ്യിൽ ഈ മീനിൻ്റെ പേര് കട്ട്ലാണ്. അത് തുടിക്കണുണ്ടോ തോന്നുന്നു. ഓ ഓ അതെ തുടിക്കുന്നുണ്ട്. നായപോലെ എപ്പോഴും തെരുവ് നായലാണ്. സൈലൻ്റായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇനിയൊരു തോണി വന്നിട്ടുണ്ട്. നമുക്കതിലേ നോക്കാം. നല്ല മീനാണ് ഇവിടെ. ഹായ്, പരിചയമുള്ള ആൾക്കാരാണ് ഇവിടെ. വീഡിയോ കാണാവേ അല്ല പോയി അതെന്താവേ Isso mama gata que loca. Saliri. Salah. Martin. എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണ്. പൊടിയിട്ട് ഭയ आता मग खाता करा ना ते हातं ना ते नमो खाता अभ्यासिंग हां මෙයාගේ රාසිකලාගේ අක්කා ජමල් මේ රට ඉන්නේ. ඉන්දියාවේ ඉන්නේ. ആ തോണിയും നമുക്ക് നോക്കാം. മീനുണ്ടാണ്ട് നോക്കാനാണ്. ഭയങ്കര ഗ്രാമമാണ് നമ്മുടെ നാട്. അതുകൊണ്ട് ഇവിടെ ശ്രീലങ്കയിൽ വന്ന ദാരിദ്ര്യം ഒന്നും ഇവിടെ നമ്മുടെ നാട്ടിൽ പറ്റിയിട്ടൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാം ഉള്ളതാണ്. നല്ല കൃഷിയെല്ലാം ഉണ്ട്. പറമ്പുമെല്ലാം വശമുണ്ട്. നെല്ല് കൃഷിയുണ്ട്. ഈ കൊല്ലം കാരണം ഇഷ്ടംപോലെ മീനുകളുണ്ട്. നമുക്ക് ഈ ശ്രീലങ്കയിൽ ബാധിച്ച ദാരിദ്ര്യം നമ്മുടെ ഭാഗത്തേക്ക് ചെറുതായിട്ടാണ്. കാരണം പെട്രോൾ കിട്ടാത്ത പ്രശ്നം മാത്രമേ വന്നുള്ളൂ. ഇങ്ങനെ നെറ്റ് വല്ലതും എത്തു പോകുന്ന ചെമ്മീൻ വലൊക്കെ പിടിക്കാൻ ഇരാൽ ആ അതും ചെമ്മീനാണ്. വലിയ ചെമ്മീനുള്ളതാണ് ഇത്. നല്ല ഡിമാൻഡായിരിക്കും ഇതിന് ഇവിടെ. ആയാമോ തോണിയിൽ ഒന്ന് പോയി വരാനാണ് വിചാരിച്ചത്. തോണിയിലൊന്ന് കയറുന്നുണ്ട്. ശരിക്കും പേടിയാണ്. പക്ഷേ ഇവർക്കൊക്കെ നല്ല നീന്താനൊക്കെ അറിയും. മേവനൊക്കെ കാണും. मोबाइल मिन्नु मैं पता है ഷൈമ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ
പൈസ ഉള്ളവർക്കും ഇങ്ങനത്തെ തോണികളുണ്ട് കേട്ടോ. അവരെല്ലാവരും ഷൈമ അങ്ങനെ അപ്പരിയിരുന്നു. പൈസ ഉള്ളവരും ഇവിടെ ഇങ്ങനത്തെ തോണികളൊക്കെ ഇറക്കിയിട്ട് പൈസ ഉണ്ടാക്കുന്നതാണ്. ഇത്തരം ചെമ്മീനും മീനും കെട്ടിന ഒരു ദിവസത്തിൽ തന്നെ പോയി വന്നാൽ എത്ര പൈസ കെട്ടിന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നടുവിൽ ഇവിടെ ഒരു കല്ലാണത്. കല്ലിൻ്റെ മുകളിലാണ് ഈ കാട്ടുമരങ്ങളും കഴിക്കുന്ന വേപ്പില കൊണ്ടിട്ട്. ഇവിടെ നല്ല കഴിക്കുന്ന വേപ്പിലുള്ള രാജ്യമാണ്. അങ്ങനെ നല്ല ഭംഗിയുണ്ട്. ഇതിൽ മുതലും ഉണ്ട്. നമ്മളൊരു മുതലുടെയും വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇഷ്ടംപോലെ ഇത്തരം ഈ തോണിയുടെ വള്ളൻ്റെ അത്രയ്ക്ക് ഇവിടെ എന്താ മുതലുണ്ട്. വലിയ മുതലല്ല. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമാണ് ഇവിടെ. നല്ല രസമാണ്. 3 മതമുള്ളവരാണ് ഇവിടെ താമസം. 3 മതം എന്ന് പറഞ്ഞാൽ ബുദ്ധമതവും 3-4 മതമുണ്ട് ഇവിടെ. തമിഴും ഉണ്ട്. തമിഴ് വംശർ ഹിന്ദുവരും ഉണ്ട്. അവർ നമ്മുടെ ഭാഗത്തേക്ക് കുറവാണ്. ക്രിസ്ത്യാനിയിൽ ഈ ഭാഗത്തേക്ക് നഗരത്തിലാണ് ക്രിസ്ത്യാനി ഉള്ളത്. വേറൊരു തോണിയാണ്. കുറേ ആൾക്കാർ ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം സമ്പാദിക്കണമെങ്കിൽ രണ്ടാളിരുന്നെങ്കിലും പങ്കുവെക്കാൻ പറ്റാത്ത കൊണ്ട് നമ്മൾ കരയ്ക്ക് ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു റൗണ്ടാണ് പോകുന്നത്. എന്താ ആ തോണി വള്ളൻ്റെ മാഷാഅല്ലാ നല്ല ഭംഗിയാണ്. ഇവിടെ ചുറ്റുപരിസരത്തിലുള്ളതൊക്കെ കാട്ടുമരങ്ങളാണ്. ചിലതൊക്കെ കാട്ടുഫലങ്ങളുമുള്ള മരങ്ങളാണ്. ഈ വെള്ളത്തിലൊന്ന് എത്രയോ ഏക്കർ കൃഷിയിടം എന്ന് പറഞ്ഞാൽ നെല്ല് കൃഷിയിടത്തേക്ക് അവിടെ ഒരു കിളിയുണ്ട്. ഉത്തിത്തിരിയേണ്ട അതിനെ പറയുന്നത്. അതിൽ മുട്ടയൊക്കെ കഴിക്കും. പറമ്പ് പോലെ ഒന്ന് കെട്ടിന. വേറൊരു തോണി വന്നിട്ടുണ്ട്. നായകൾക്കൊരു പ്രശ്നവുമില്ല. പാവങ്ങളാണ്. തോണിയെ കയറ്റി വെക്കുന്നത്. Kapan na tanya ni? Sedikit kucing. Ya. വലിയ മീൻ. Mana jangan bukan kali ni. ഇനി അടുത്ത വീഡിയോ ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും. പലതരം നല്ല നല്ല കാഴ്ചകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. എന്നാൽ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.